സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ലക്ഷ്മി വർക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം GC സെറ്റിൻ്റെ പഴയ കവറും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചല്ലോ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കണ്ടിട്ട് പെട്ടെന്ന് വരികയും വേണം. അതിൻ്റെ പുതിയതായിട്ട് ചെയ്ത കവറൊന്ന് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, പോകാൻ പറ്റട്ടെ. അത് ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പോയ ശേഷം അങ്ങ് കാണാതെ പോകരുത്, തിരിച്ചു വരണം. തിരിച്ചു വന്ന ശേഷം ഞാൻ ഈ പുതിയ കവറുണ്ടാക്കിയതിൻ്റെ വിവരങ്ങൾ പറയുന്നതായിരിക്കും. GC സെറ്റ് എല്ലാവരും കണ്ടുവല്ലോ. അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ രൂപം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് വളരെ തകർന്ന രീതിക്കാതെ ഇരുന്നത്. പിന്നെ ഞങ്ങൾ അത് വളരെ കഷ്ടപ്പെട്ട് പുതിയ തടിയൊക്കെ വെച്ച് പുതിയ പലകയൊക്കെ സെറ്റ് ചെയ്ത് പശ കൊണ്ട് ഒട്ടിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഏത് പൊളിഞ്ഞ റേഡിയോ കൊണ്ടുവന്നാലും നല്ല കണ്ടീഷനായിട്ട് ലക്ഷ്മി വർക്ക് നന്നാക്കിയിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ഇതുവരെ ഉള്ള അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് കവർ ഉണ്ടാക്കി അത് റേഡിയോ അതിൻ്റെ അസംബിൾ ചെയ്ത് അതിൻ്റെ ലൈറ്റും അതിൻ്റെ മീറ്ററും എല്ലാം ഫിറ്റ് ചെയ്ത് പുതിയ കണ്ടീഷനാക്കി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ റേഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. പാട്ട് കേൾക്കാനും റേഡിയോ പരിപാടി കേൾക്കാനും അത് എല്ലാ വിവരങ്ങളും അറിയാനും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ റേഡിയോ പോലെ വരികയില്ല. റേഡിയോ ഒന്നും വേറെ തന്നെയാണ്. GC സെറ്റിൻ്റെ സൈഡ് പലകയെല്ലാം പോയതായിരുന്നു. അത് മാറ്റിയിട്ട് പുതിയ പലക ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മൈക്ക് വേറെ ഒട്ടിച്ച് റെഡിയാക്കി. പിന്നീട് സ്പീക്കറുള്ള പോർഷൻ അവിടെ പുതിയ കർട്ടൻ വെച്ച് അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള മാജിക് കൈ, അതൊരു പ്രത്യേക തരത്തിലുള്ള സാധനം ഞങ്ങൾക്ക് കിട്ടി. അത് വെച്ച് അതും ക്ലിയർ ചെയ്തു. പിന്നെ ബാക്ക് ആണെങ്കിൽ എല്ലാം ബാക്ക് കവർ ഇല്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം വശങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ലക്ഷ്മി വർക്ക്സ് ഉണ്ടാക്കിയ റേഡിയോ. പഴയ റേഡിയോ എല്ലാം പുതുക്കി പണിത റേഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്? പുതിയത് ഷോപ്പിൽ നിന്ന് മേടിച്ച പോലെ തന്നെ ഇരിപ്പില്ലേ? അതാണ് ഞങ്ങൾ ഇത് നന്നായിട്ട് ചെയ്തു തരുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഡയല് അത് തന്നെയാണ്. ഡയല് ഒന്ന് കഴുകി പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കർട്ടൻ വേറെ ഞങ്ങൾ മേടിച്ച് റെഡിയാക്കി. പിന്നെ മാജിക് കൈ നോക്കി, മാജിക് കൈ വേറെ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടി. അത് വെച്ച് മാജിക് കൈ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നോബൊക്കെ കഴുകി വൃത്തിയാക്കി പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൗണ്ടിലുള്ള ഒരു വളയം പോലെ ഞങ്ങൾ പെയിൻറ് കൊണ്ട് വരച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി. ഇതിൻ്റെ സൈഡ് നോക്കി, സൈഡിൽ ഓളിയം. ഇതിപ്പം GC സെറ്റ് എങ്ങനെയാണ് പുതിയത് ഇരുന്നത് അതുപോലെ തന്നെ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. നല്ല കണ്ടീഷനായിട്ട് അതേ സ്ഥാനത്ത് തന്നെയാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. നോബുകളെല്ലാം അതേ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഒന്നും വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ സൈഡൊക്കെ മൈക്ക് ഒട്ടിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. കണ്ടില്ലേ? ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഏരിയയിൽ മാത്രമേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഏരിയയിൽ എന്ന് വെച്ചാൽ ഇത് കോഡ് വയറിൽ എർത്തുണ്ട്. അപ്പോൾ അത് ഹൗസ് എർത്തായിട്ട് ഈ ഇതിൻ്റെ അകത്ത് വന്നോളൂ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഏരിയയിൽ മാത്രം മതി. അപ്പോൾ കൊണ്ടുപോകുന്ന വീട്ടിലെല്ലാം ഈ ഏരിയയിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേ പ്രകാരമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ ലക്ഷ്മി വർക്ക്സിൻ്റെ എംബ്ലം വെക്കാനുണ്ട്. അതെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയിട്ട് പാർട്ടിക്ക് കൊടുക്കുകയുള്ളൂ. ഇത് നന്നാക്കിയെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ ഒന്ന് കാണിച്ച ശേഷം പാർട്ടിയെ വിളിച്ച് പറഞ്ഞ് അത് കൊടുക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി പാർട്ടിക്ക് ഞാൻ അടുത്ത ദിവസം തന്നെ കൊടുത്തയക്കുന്നതാണ്. പിന്നെ വേറൊരു സെറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് വരുന്ന അവസരത്തിൽ നിങ്ങളെ അത് പരിചയപ്പെടുത്താം. ഈ സെറ്റ് നിങ്ങൾ ഓണാക്കി കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്.
അപ്പോൾ ഈ 2 സൂചി ഞങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൂചിയും പ്രവർത്തിക്കുന്ന ഇത് ട്യൂൺ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കും. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ലൈറ്റ് കാരണം ലൈറ്റ് ശരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, എങ്കിൽ തന്നെ കാണാമല്ലോ. അപ്പോൾ ഇത് ഞാൻ സൈഡിലാണ് വോളിയം കൊടുക്കും. ഇത് വെച്ചപ്പോൾ തന്നെ നല്ല സൂപ്പർ പാട്ടാണ്, മോഹൻലാലിൻ്റെ സൂപ്പർ പാട്ട്. ഇതൊക്കെ റേഡിയോ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. മൊബൈലിലൊക്കെ എത്ര എന്ന് വെച്ചാൽ കേൾക്കുന്നത്. റേഡിയോ ആണെങ്കിൽ നല്ല വ്യക്തമായിട്ട് നല്ല വീട്ടിലിരുന്ന് ആസ്വദിച്ച് കേൾക്കാം. റേഡിയോ ഉള്ളത് തന്നെ ഏറ്റവും നല്ലത്. എനിക്കിഷ്ടം റേഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഇതിന് പറയാനുള്ളത്. നിങ്ങൾ വേണ്ട തരത്തിൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരണം. അന്ന് പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ എല്ലാം ചെയ്തു തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ റേഡിയോ മുന്നോട്ട് പോകാനും ഒരു ഉഷാർ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം തരുമെന്ന് കരുതി നിർത്തുന്നു. ഗുഡ് ലക്ക്.